ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എജ്യുമേറ്റ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യ യൂണിറ്റായ പറവകൾ പാറി എന്ന പാഠമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എന്താ മക്കളെ നമ്മുടെ പാഠത്തിൻ്റെ പേര്? പറവകൾ പാറി അല്ലേ? അതൊരു കവിതയാണ് കേട്ടോ. മക്കളവിടെ ഒത്തിരി പറവകളെ കാണുന്നുണ്ടല്ലേ. ഏതൊക്കെയാണവ? കാക്കയുണ്ട്, തത്തമ്മയുണ്ട്, പിന്നെ വെള്ളരിപ്രാവുകളുണ്ട്, മീൻകുത്തി പൊന്മാനുണ്ട്, മയിലുകളുണ്ട് അല്ലേ? ഒത്തിരി പറവകളുണ്ടല്ലേ. ഇനി നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ. പറവകൾ പാറി. പട 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 പറവകൾ പാറി തന്നെ 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 തന്നു തിനത. എങ്ങനെയാ മക്കളെ പറവകൾ പാറുന്നത്? പട 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 പട. മക്കൾ കേട്ടിട്ടില്ലേ പറവകൾ പാറുമ്പോഴുള്ള ശബ്ദം? അവരുടെ ചിറകടി ശബ്ദം പട 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 എന്നായിരിക്കുമല്ലേ. നിങ്ങൾ ഏതൊക്കെ കിളികളുടെ ശബ്ദം കേട്ടിട്ടുണ്ട്? കാക്കയുടേത് കേട്ടിട്ടുണ്ടാകും, അതുപോലെ കൊക്കിൻ്റേത്, തത്തമ്മയുടേത് അല്ലേ? ഒത്തിരി പറവകളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് എന്താ? കലപില കലപില പറവകൾ പാടി. പിന്നെ തന എന്ന് എഴുതിയിട്ട് ബാക്കി നമ്മളോട് പൂരിപ്പിക്കാനാണ് പറയുന്നതല്ലേ. ബാക്കി എന്താവും മക്കളെ? നമ്മൾ മുമ്പത്തെ വരി പാടി അല്ലേ. തന 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 തനു തിനത. അങ്ങനെയാണല്ലേ. കലപില കലപില എന്നാണ് കിളികൾ പാടുന്നത്. കിളികൾ എങ്ങനെയാ പാടുന്നത്? കലപില കലപില. പല കിളികളുടെയും ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടല്ലേ മക്കളെ. കാക്ക എങ്ങനെ കരയാറ്? കാ കാ അങ്ങനെയാണല്ലേ കരയാറ്. അതുപോലെ തന്നെ തത്തമ്മ കരയാറുണ്ട്, മയിലിനൊരു ശബ്ദമുണ്ട്. എല്ലാ കിളികൾക്കും വ്യത്യസ്ത ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദത്തെ എങ്ങനെയാണ് പറയുന്നത്? കലപില കലപില എന്ന് അല്ലേ. നോക്കൂ മക്കളെ, അടുത്ത ചിത്രം എന്താണ്? പറവകൾ തൂവലുകൾ. ഒത്തിരി പറവകളുമുണ്ട്, അതുപോലെ തന്നെ മക്കളെ പോലെ നല്ല മിടുക്കരായ കൂട്ടുകാരുമുണ്ടല്ലേ. കൂട്ടുകാരെ എന്തന്വേഷിച്ച് വന്നതാ? അവരുടെ കയ്യിൽ എന്താ ഉള്ളത് മക്കളെ? തൂവലുകളുണ്ടല്ലേ. ഏതൊക്കെ പക്ഷികളുണ്ട് അവിടെ? കാക്കയുണ്ട്, തത്തമ്മയുണ്ട്, പ്രാവുണ്ട് അല്ലേ. അവയുടെ എല്ലാം തൂവലുകൾ ശേഖരിക്കുകയാണ് കൂട്ടുകാർ. മക്കൾ അതുപോലെ തൂവലുകളെല്ലാം ശേഖരിച്ചു വെക്കാറുണ്ടോ? ഏതൊക്കെ കിളികളുടെ തൂവലുകൾ എടുത്തു വെക്കാറുണ്ട്? കാക്കയുടെയും കോഴിയുടെയും തത്തമ്മയുടെയും പ്രാവിൻ്റെയും മയിലിൻ്റെയും ഒക്കെ തൂവലുകൾ ശേഖരിച്ച് നമുക്കൊരു ആൽബം ഉണ്ടാക്കിയാലോ മക്കളെ. എന്നാൽ നമുക്ക് ഒരു ഭാഗത്ത് പക്ഷിയുടെ ചിത്രവും മറുഭാഗത്ത് അതിൻ്റെ തൂവലും ഒട്ടിച്ച് നമുക്ക് നല്ല മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കാം അല്ലേ. ഏതൊക്കെ കിളികളെ മക്കൾക്കറിയാം? ഏതൊക്കെ കിളികളുടെ തൂവലുകൾ മക്കൾക്ക് കിട്ടും? കാക്കയുടേത് കിട്ടും, കോഴിയുടേത് കിട്ടും, മഞ്ഞക്കിളിയുണ്ട്, മീൻകുത്തി പൊന്മാനുണ്ട്, പരുന്തിൻ്റെ തൂവലുകൾ ഉണ്ടാകും, അതുപോലെ മയിലിൻ്റെ തൂവലുണ്ടാകും. മയിലിൻ്റെ തൂവലുകൾ നമ്മൾ മറ്റൊരു പേരിൽ പറയും. ഏതാ മക്കളെ? അതെ, മയിൽപ്പീലി എന്നാണ് നമ്മൾ മയിലിൻ്റെ തൂവലുകളെ പറയുക അല്ലേ. ഇനി നോക്കൂ, പറവകൾ പാറി പറവകൾ പാടി തനുത്തിന തനുത്തിന തൂവലുത. പറവകൾ പാറി പറവകൾ പാടി. പറവകൾ പാറുന്നുമുണ്ട്, പറവകൾ പാടുന്നുമുണ്ടല്ലേ. അതുപോലെ കൂട്ടുകാർ എന്താ പറയുന്നത് പറവകളോട്? തനുതിന തനുതിന തൂവല് താ. കിളികളോട് തൂവല് ചോദിക്കുകയാണല്ലേ കൂട്ടുകാർ. ഏതൊക്കെ കിളികളുണ്ട് മക്കളെ അവിടെ? മയിലുണ്ട്, പരുന്തുണ്ട്, മീൻകുത്തി പൊന്മാനുണ്ട്, അതുപോലെ മൂങ്ങയുണ്ട് അല്ലേ. ഒരുപാട് കിളികളുണ്ടല്ലേ. ഇനി എന്താ അതിൽ പറയുന്നത്? മക്കളെ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്താണ് നല്ല കളർഫുള്ളായി തൂങ്ങിക്കിടക്കുന്നത് എന്നറിയോ? എന്താണ് മക്കളെ? അതെ, നമ്മുടെ മുട്ടയാണല്ലേ. മുട്ടയ്ക്ക് കൂട്ടുകാരെല്ലാവരും കൂടി വ്യത്യസ്ത നിറങ്ങളെല്ലാം നൽകി പല പല രൂപങ്ങൾ ഉണ്ടാക്കി കെട്ടിത്തൂക്കിയിരിക്കുകയാണല്ലേ. ഏതൊക്കെ രൂപങ്ങളുണ്ട് മക്കളെ അവിടെ? സാന്റാക്ലോസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. പലതരം രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയുമോ? ഇല്ലെങ്കിൽ ചേച്ചിമാരോടും ചേട്ടന്മാരോടും അമ്മമാരോടും ഒക്കെ ചോദിച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു രൂപം മുട്ടത്തോടിൽ ചെയ്തെടുക്കാം.
ഇതുപോലെ നല്ല ഭംഗിയുള്ള പെൻഗ്വിനെ വരയ്ക്കാം, പിന്നെയോ കോഴിക്കുഞ്ഞുങ്ങളെ വരയ്ക്കാം, പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ആംഗ്രി ബേർഡ്സിനെ വരയ്ക്കാം, വേറെയും ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ മുട്ടത്തോടിൽ വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് എല്ലാവർക്കും പറവകൾ പാറി എന്ന ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും കിളികളുടെ പേരുകൾ പഠിച്ചില്ലേ? അവരുടെ തൂവലുകൾ ശേഖരിക്കുവാനും മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ എജുമേറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മക്കൾക്ക് ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. അവിടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്